ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ലാർജ് നമ്പർ ഓഫ് ഫാക്ടേഴ്സിൻ്റെ റിസൾട്ടാണ്. സം ഓഫ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആണ് പറയുന്നത് ഇവിടെ. എബിലിറ്റി, ഇതൊരു പേഴ്സൻ്റെ കപ്പാസിറ്റിയാണ് ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്യാനായിട്ടുള്ള, ഡിഫറെൻറ്റ് ടാസ്ക് ഓഫ് ജോബ്സ് ഒക്കെ ചെയ്യാനുള്ളത്. എബിലിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് തരമായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്, ഇൻ്റലക്ച്വൽ എബിലിറ്റിയും ഫിസിക്കൽ എബിലിറ്റിയും. ഇൻ്റലക്ച്വൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ഇത് തിങ്കിങ്, റീസണിങ്, അങ്ങനത്തെ ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ഓഫ് എ പേഴ്സൺ. ഇൻ്റലക്ച്വൽ എബിലിറ്റി ഓഫ് എ പേഴ്സൺ നമ്മളെങ്ങനെ യൂഷ്വലി അസർട്ടൈൻ ചെയ്യണത്? വേരിയസ് ടൈപ്പ് ഓഫ് ഇൻ്റലക്ച്വൽ ക്വോഷ്യൻസ് ടെസ്റ്റ്, അതുവഴിയൊക്കെയാണ് നമ്മൾ IQ ടെസ്റ്റൊക്കെ ചെയ്താണ് ഇത് മനസ്സിലാക്കുന്നത്. ഫിസിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ബോഡിലി സ്ട്രെങ്ത്താണ്, ഒരാൾ എത്രത്തോളം കരുത്തനാണ്, അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ആ ഹെൽത്ത് ഓഫ് എ പേഴ്സൺ ടു ഡു എ പർട്ടിക്കുലർ ജോബ്, ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഹെൽത്ത് ഉണ്ട്, ഇതൊക്കെ നോക്കിയാണ് എബിലിറ്റി. അതൊക്കെയാണ് ഫിസിക്കലായിട്ടുള്ള എബിലിറ്റി. ഇൻ്റലക്ച്വൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ IQ ലെവലൊക്കെയാണ് പറയണത്. പിന്നെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ജെൻഡർ, ഏജ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നാണ് പറയണത് ഒരു പേഴ്സൻ്റെ ബിഹേവിയറിന്. അടുത്തത് പേഴ്സണാലിറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഡിസ്റ്റിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. പീപ്പിൾ മേ ബി ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ഇൻ്റലക്ച്വൽസ്, ബോൾഡ്, ഷൈ, കോൺഫിഡൻറ്റ്, റിസർവ്ഡ് ഓർ സോഷ്യൽ ഡിപ്പെൻഡിങ് ഓൺ ദർ പേഴ്സണാലിറ്റി. വിവിധതരം സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇൻ്റലക്ച്വൽ ആവാം, ബോൾഡ് ആവാം, ഭയങ്കര ധൈര്യമുള്ള ആളാവാം, ഷൈ ആവാം, നാണക്കാരനാവാം, കോൺഫിഡൻ്റ് ആവാം, ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളാവും, അല്ലെങ്കിൽ റിസർവ്ഡ്, സോഷ്യൽ ഡിപ്പെൻഡിങ്, അങ്ങനത്തെയൊക്കെ രീതിയിൽ. പിന്നെ ഹെറിഡിറ്റി, കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആ ഒരു ഹെറിഡിറ്റിയും കൾച്ചറും ജീവിക്കുന്ന സാഹചര്യങ്ങളും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറയുന്നത് ഒരു ബിഹേവിയറിൻ്റെ, ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ. അടുത്തത് ലേണിംഗ് ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പെർമനൻറ്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ ആസ് എ റിസൾട്ട് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ഒബ്സർവേഷനും എക്സ്പീരിയൻസും മൂലം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പെർമനൻറ്റ് ചേഞ്ചാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ന്യൂ സെയിൽസ്മാൻ സെല് ചെയ്യണേ 10 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഒരു ദിവസം, മേ സെൽ മോർ യൂണിറ്റ് ഇൻ ഫ്യൂച്ചർ ത്രൂ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് ഒരാൾ ഒരു പുതിയ ഒരു ഫ്രഷറായിട്ടുള്ളൊരു സെയിൽസ്മാനാണ്, അപ്പോൾ 10 യൂണിറ്റ് ഒരു ദിവസം സെല് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ അയാൾ കൂടുതൽ സെല് ചെയ്യാനായിട്ട് പഠിക്കും എങ്ങനെ, ട്രെയിനിങ് കിട്ടിയത് മൂലവും എക്സ്പീരിയൻസ് കൊണ്ടും. ഇവിടെ ആ ലേണിംഗ് കൊണ്ട് അയാളെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാണ്. അത് അയാളുടെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അതായത് കോൺഫിഡൻസ് എന്നുള്ള രീതിയിലും കുറേ ഐഡിയാസും ട്രിക്സും ഒക്കെ അയാൾ ലേൺ ചെയ്യുന്നത് വഴി കൂടുതൽ പ്രൊഡക്ട്സ് ഒക്കെ സെല് ചെയ്യാനും ആളുകളെ കൺവിൻസ് ചെയ്യാനും ഒക്കെ അയാൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് എക്കണോമിക് ഫാക്ടേഴ്സാണ്. റിവാർഡ് സച്ച് ആസ് റേറ്റ് ഓഫ് വേജസ്, സാലറി, മറ്റ് മോണിറ്ററി ബെനിഫിറ്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഗവേൺ ദ ബിഹേവിയർ ഓഫ് പേഴ്സൺ. ഒരു വ്യക്തിയുടെ ഒരു സാമൂഹിക ചുറ്റുപാട്, പിന്നെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ഒരു ബന്ധം, ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ടുള്ളൊരു ബന്ധം, ഇതൊക്കെ ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറിലേക്ക് നയിക്കുന്നവരാണ്. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകളായ എത്തിക്സ്, സോഷ്യൽ നോംസ്, കസ്റ്റംസ്, ബിലീഫ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ. ലീഗൽ സിസ്റ്റം, റൂൾസും റെഗുലേഷനും ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. OB എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. ഇത് അനലൈസ് ചെയ്യുന്നു 3 ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ.
ആ 3 ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്, സ്ട്രക്ചറൊക്കെയാണ്. ഇതിനൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഒബിക്ക്. ഒബി അപ്ലൈ ചെയ്യണത് നോളേജാണ്. അതെങ്ങനെ ഗെയിൻഡ് എബൌട്ട് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ആൻഡ് എഫക്റ്റ് ഓഫ് സ്ട്രക്ചർ ഓൺ ബിഹേവിയർ ഇൻ ഓർഡർ ടു മേക്ക് ഓർഗനൈസേഷൻസ് വർക്ക് മോർ എഫക്റ്റീവ്ലി. ഒബിയുടെ നോളേജ് ഗെയിൻ ചെയ്യും ഇൻഡിവിജ്വലിനെ കുറിച്ചും ഗ്രൂപ്പ്സിനെ കുറിച്ചും. എന്നിട്ടത് സ്ട്രക്ചറിൽ ബിഹേവിയർ ഇൻ ഓർഡർ ടു മേക്ക് ഓർഗനൈസേഷൻ വർക്ക് മോർ എഫക്റ്റീവ്ലി. ഇതൊരു സിസ്റ്റമാണ്, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ആക്ഷനാണ്. പിന്നെ ആറ്റിറ്റ്യൂഡാണ്. പീപ്പിൾ എക്സിബിറ്റ് വിത്തിൻ ഓർഗനൈസേഷൻ. ഇതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് അല്ലെങ്കിൽ ആക്ഷനാണ്. സ്റ്റഡി ഓഫ് ആക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡാണ്. Study of organization behavior is primarily concerned with psychosocial, interpersonal and behavioral dynamics in organization. ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ പ്രൈമറിലി ആയിട്ട് കൺസേൺ ചെയ്തിരിക്കുന്നത് ഇൻ്റർപേഴ്സണൽ ബിഹേവിയറൽ ഡൈനാമിക്സിലാണ്. ഒബി ഒരു മൾട്ടി ഡിസിപ്ലിനറിയാണ്. ഇത് യൂസ് ചെയ്യും മോഡൽസ്, തിയറീസ്, മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പല ബ്രാഞ്ചസ് ഓഫ് നോളേജിനും കടമെടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി. ഒബി പ്രാധാന്യം കൊടുക്കുന്നത് ഹ്യൂമനിസ്റ്റിക് ഓറിയൻറ്റേഷനിലാണ്. ഇത് ഫോക്കസ് ചെയ്യണത് പീപ്പിളിൻ്റെ ആറ്റിറ്റ്യൂഡ്, പെർസെപ്ഷൻ, പേഴ്സണാലിറ്റി, ലേണിംഗ്, ഇമോഷൻ ഇതിനൊക്കെയാണ്. ഇത് ഡീൽ ചെയ്യണത് ബിഹേവിയറൽ ഫാക്ടേഴ്സാണ്. അത് എഫക്റ്റ് ചെയ്യും ആ ഒരു പെർഫോമൻസ് ഓർഗനൈസേഷനിലെ. ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസേഷനാണ് അടുത്തത്. ഒബ്ജക്റ്റീവ് ഓഫ് ഒബി ബേസ് ചെയ്തിരിക്കുന്ന 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. ഡിസ്ക്രൈബിങ്, അണ്ടർസ്റ്റാൻഡിങ്, പ്രെഡിക്റ്റിംഗ്, കൺട്രോളിങ് ഹ്യൂമൻ ബിഹേവിയർ. ഇതൊക്കെയാണ്. ടു ഹാവ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എംപ്ലോയീസ് ആൻഡ് സ്റ്റഡി ദർ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഒരു എംപ്ലോയീസിനെ കുറിച്ച് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ, പിന്നെ സ്റ്റഡി ചെയ്യുക ഇൻഡിവിജ്വലിനെ കുറിച്ചും ഗ്രൂപ്പ് ബിഹേവിയറിനും. ഇത് ആൻസർ നമുക്ക് തരുന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു എംപ്ലോയി ഇങ്ങനെ പെരുമാറുന്നത് പർട്ടിക്കുലർ മാനറിൽ. പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും